ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +1 ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ കുറച്ചൊക്കെ ആൻസേഴ്സുമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെ പറ്റി നല്ല ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എഴുതാനും പറ്റും. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും ഒരു പേനയൊക്കെ ആയിട്ട് ഇരിക്കാം. തുടങ്ങിയാലോ? ഇവിടെ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദിസ് astonishingly vital man full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. കണ്ടോ, ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ? ഈ പാസേജ് വായിക്കുക, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യണം. ഹു ഈസ് റെഫർ ടു ആസ് ദ വൈറ്റൽ മാൻ? ഇവിടെ ആസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ എന്ന് പറഞ്ഞേക്കുന്ന ആൾ ആരാണെന്ന്, ആരെയാണ്? ഈ പാരഗ്രാഫ് ഫുൾ വായിച്ച് നോക്കുക. ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, എല്ലാവർക്കും ഇക്വാളിറ്റിക്ക് വേണ്ടി നിന്നു, ഫ്രീഡം മേടിച്ചു കൊടുത്തതൊക്കെ ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ? സോ ഹു ഈസ് റെഫർ ടു ആസ് ദ വൈറ്റൽ മാൻ? മഹാത്മാഗാന്ധിയാണ് ആൻസർ. ഹൗ ഡിഡ് ഹി ഫാസിനേറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ? എങ്ങനെയാണ് അദ്ദേഹം മാസസ് ഓഫ് ഇന്ത്യയെ ഫാസിനേറ്റ് ചെയ്തത്? ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ഒരു സെക്കൻഡ്, ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു, ഹൗ ഡിഡ് ഹി ഫാസിനേറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ. കണ്ടോ, ഡിറ്റിൻ്റെ കൂടെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫാസിനേറ്റ് എന്നുള്ള വാക്കാണ്. ഡിറ്റിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് ഫാസിനേറ്റ് എന്നേ പറയുള്ളൂ. കാരണം ഡിഡ് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, അതിൻ്റെ കൂടെ അത് ഫാസിനേറ്റ് എന്ന് മാത്രം, അതായത് വേർബിൻ്റെ ബേസ് ഫോം മാത്രം വന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമ്മൾ എഡിറ്റിംഗ് ഒക്കെ പഠിക്കണ്ടേ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാം. ഓൾറൈറ്റ്, അടുത്ത് നോക്കാം. എങ്ങനെയാണ് അദ്ദേഹം മാസസ് ഓഫ് ഇന്ത്യയിലെ ഫാസിനേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ എന്താ, അട്രാക്റ്റ് ചെയ്തത് എങ്ങനെയാണ്? ഹി ഫാസിനേറ്റഡ് ദ മാസസ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഹി ഫാസിനേറ്റഡ് എന്ന് എഴുതണം. ഹി ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ വിത്ത് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ. ഹി സ്റ്റുഡ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ, അങ്ങനെ എഴുതാം. ഹി അട്രാക്റ്റഡ് ദം ലൈക്ക് എ ഡാഷ്. അതിന് ആൻസർ ഡയറക്റ്റ് ആണ്. അട്രാക്റ്റഡ് ദം ലൈക്ക് എ, എന്താണ് ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തുപോലെയാണ് അട്രാക്റ്റ് ചെയ്തത്? ലൈക്ക് എ മാഗ്നറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Read the passage given below and answer the questions that follow. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar, now see how the victim bleeds. ഇവിടെ ഡെത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് പോയമാണെന്ന് നമുക്കറിയാലോ. റൈറ്റ് ദ നെയിം ഓഫ് ദ പോയം ഫ്രം വിച്ച് ദീസ് ലൈൻസ് ആർ ടേക്കൺ. ഏത് പോയമാണ് ഡെത്തിൻ്റെ കാര്യം പറയുന്നത്? ഡെത്ത് ദ ലെവലർ. നെയിം ദ പോയിറ്റ്. ആരാണ് ഡെത്ത് ദ ലെവലറിൻ്റെ ഓതർ? ജെയിംസ് ഷേർലി. വാട്ട് ഈസ് ഡെത്ത്സ് പേർപ്പിൾ അൾട്ടർ റെഫർ ടു? ഇവിടെ ഡെത്ത്സ് പേർപ്പിൾ അൾട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെ തന്നെയാവാം, അല്ലെങ്കിൽ ആ ഒരു ഡെത്തിനെ പറ്റി പല രീതിയിൽ എഴുതാം. എൻഡ് ഓഫ് ലൈഫ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ഷെഡ്, അതായത് ചോര ഒഴുകി കിടക്കുന്ന യുദ്ധക്കളം, യുദ്ധഭൂമിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചോര വീണ് കിടക്കുന്ന ഒരു ഭൂമിനെ നിങ്ങളൊന്ന് അങ്ങനെ ഒരു ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൽ കിടക്കുന്ന ബ്ലഡിൻ്റെ കളർ മാറി പേർപ്പിൾ ഷെയ്ഡിലേക്ക് മാറും. സോ അതാണ് ഇവിടെ ഇറ്റ് ടേൺഡ് ഇൻ ടു പേർപ്പിൾ കളർ എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് ഇവിടെ നോക്കിക്കേ നിങ്ങൾ. വിക്ടർ, വിക്ടിം, ബ്ലീഡ്സ്. വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആൾ, വിക്ടിം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിയായ, ഒരു ഇരയാക്കപ്പെട്ട ഒരാളെന്നാണ്. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓക്സിമോറോൺ ആണ്. കാരണം എന്താണ്? ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്നാൽ ഓക്സിമോറോൺ. കണ്ടോ, ഓ എന്ന് കണക്ട് ചെയ്യണം. ഓപ്പോസിറ്റ്സ് വന്നാൽ ഓക്സിമോറോൺ. ഓക്സിമോറോണിൽ ഓ തന്നെയാണ്, മറക്കരുത് കേട്ടോ. അടുത്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് choosing the right option from the bracket. 5 kilometers dash not a short distance. ആൻസർ എന്താണ്? 5 kilometers. 5 kilometers എന്താണെന്നാണ് അവിടെ എഴുതേണ്ടത്? 5 kilometers ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. എന്താണ് 6 വരാൻ ഡിസൈഡ്? കാരണം 5 kilometers എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെ പറയുന്നുള്ളൂ അല്ലേ. ഒരു 5 കിലോമീറ്ററിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അവിടെ. ഒരു 5 കിലോമീറ്ററിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ സിംഗുലർ അല്ലേ? അതെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈസ് വന്നത്. If I had tried again,
ഐ ഡാഷ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ. ഇത് ഇഫിൻ്റെ ഏത് കണ്ടീഷനിലാണ്? തേർഡ് കണ്ടീഷനിൽ വന്നേക്കുന്നതാണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ആൻസർ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ ഐ പ്ലസ് എന്ത് വേണം? കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 സോൾവ്ഡ് ദ പ്രോബ്ലം. കാരണം എങ്ങനെയാണ്? ഐ പ്ലസ് കുഡ് പ്ലസ് എന്തൊക്കെയാണ് വേണ്ടത്? അതെങ്ങനെയാണ് ഫോർമുല? കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇതാണ് ഫോർമുല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. ബാക്കി നോക്കി, ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം എന്നുള്ളൂ. സോൾവിൻ്റെ V1 ആണ്. സോൾവ് എന്ന് പറയുന്നത് V1 ആണ്, V3 അല്ല. അടുത്തതാണെങ്കിലും ഐ കുഡ് ഹാവ് സോൾവ് എന്ന് തന്നെയുള്ളൂ, V1 തന്നെയാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് V3 ആയിട്ടുള്ള വാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, സോൾവ്ഡ്. സോ അതാണ് ആൻസർ. അടുത്തത് നോക്കിക്കേ, ഇവിടെ നോക്കാം. അടുത്തതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ് ചോദിച്ചത്. ചേഞ്ച് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഗ്രീറ്റ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഓക്കെ, ഗ്രീറ്റ പറയാണ്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് റിയൽ പീച്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. സോ ഇതെന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. ഞാൻ വിചാരിച്ചു. ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നാണ്. അപ്പോൾ അതെന്താണ്? പാസ്റ്റ് ടെൻസിലാണ് തോട്ട് എന്നുള്ള വാക്ക്. ഡാഡ് റിപ്ലൈ പറയാം, നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. പറ്റില്ല, നീ അതിന് സ്റ്റോറിൽ പോകണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറയണം അല്ലേ? അപ്പോൾ ഒരു കാര്യം പറയാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തിലാണ്? പാസ്റ്റ് ടെൻസിലാണ്. ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ, അതിന് നീ സ്റ്റോറിൽ പോകണം എന്ന് പറയുമ്പോൾ അവിടെ വന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഗ്രാമർ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റിലേക്ക് മാറ്റണം. മനസ്സിലായോ? സോ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എങ്ങനെ എഴുതേണ്ടത്? ഗ്രീറ്റ ആരോടാ പറഞ്ഞത്? ഡാഡിനോട്. അപ്പോൾ അതെങ്ങനെ വരണം? ഗ്രീറ്റ ടോൾഡ് ഹെർ ഡാഡ് എന്ന് പറഞ്ഞു. ഡാഡ്. നോ സോറി, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ് എന്നാണ്. അപ്പോൾ അവൾ വിചാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഷീ എന്ന് എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹാഡ്. ഒരു കാര്യം പറയാം, പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാവും ഹാസും ഹാഡൊക്കെയാണ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡാണ് ഇവിടെ വരേണ്ടത്. മനസ്സിലായി? അപ്പോൾ അതാണ് ഷീ ഹാഡ് തോട്ട് എന്നായത്. ഐ തോട്ട് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ ഹാഡ്. ഷീ ഹാഡ് തോട്ട് എന്നായി ഇവിടെ. ഓക്കെ, യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. അവിടെ യു മാറ്റി ഡാഡ് ആണായതുകൊണ്ട് ഹീ കുഡ് എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഡ് റിപ്ലൈ ചെയ്തു. അതെങ്ങനെയാണ്? ഡാഡ് നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പോൾ ഡാഡ് നെഗറ്റീവ്ലി റിപ്ലൈ ചെയ്ത്. അപ്പോൾ എങ്ങനെ പറയും? ഹെർ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി. അപ്പോൾ നോ എന്ന് പറഞ്ഞത് വരെ അതാണ്, ഹെർ ഡാഡ് റിപ്ലൈ നെഗറ്റീവ്ലി. അടുത്തത് എങ്ങനെയാണ്? യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ് എന്നുള്ളത് ആൻഡ് ആഡഡ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആൻഡ് ആഡഡ് ദാറ്റ് യു ഹാവ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക്, ഷീ. ഹാവ് ടു പാസ്റ്റാക്കി ഹാഡ് ടു ഗോ എന്നാക്കണം. ഓക്കെ, എങ്ങനെയാണ്? ഹാഡ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്, അങ്ങനെയാണ് ആക്കേണ്ടത്. ഷീ ഹാഡ് ടു ഗോ, ഓക്കെ, ഫോർ ദ ടു ദ സ്റ്റോർ ഫോർ ദോസ്. കണ്ടോ? പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ ജസ്റ്റ് ഹാവ് ടു ഗോ, ഹാഡ് ടു ഗോ ആക്കിയാൽ മതി. ഓൾറൈറ്റ്. സോ അതാണ് അവിടെ യൂസ് ചെയ്തേക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച്. അടുത്ത് നോക്കാം. ഇമാജിൻ ദ വേർഡ്സ് ദാറ്റ് ദ മദർ ഓഫ് യങ് സീഗൾ കുഡ് യൂസ് ടു മോട്ടിവേറ്റ് ഹിം ടു ഫ്ലൈ. അപ്പോൾ മദർ ഓഫ് സീഗളിന് മോട്ടിവേറ്റ് ചെയ്യണം, കുഞ്ഞിനെ പറക്കാനായിട്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എങ്ങനെയാണ് തുടങ്ങണ്ടേ? യു ഷുഡ് റിയലി, യു ഓട്ട് ടു വെച്ചൊക്കെ തുടങ്ങാം. നോക്കി, യു ഷുഡ് ട്രസ്റ്റ് അസ് ആൻഡ് ട്രൈ ടു ഫ്ലൈ. നീ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യണം, എന്നിട്ട് പറക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറഞ്ഞത്? യു ഓട്ട് ടു ജംപ് ആൻഡ് ഫ്ലാപ്പ് യുവർ വിങ്സ്. നീ എന്താ ചെയ്യേണ്ടത്? ജമ്പ് ചെയ്യുക, എന്നിട്ട് വിങ്സ് ഫ്ലാപ്പ് ചെയ്യണം. അങ്ങനെ പറക്കാനാണ് വേറൊരു സജഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സജഷൻ കൊടുക്കാം, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പറയുന്ന ഹിൻറ്റ് പോലെ കൊടുക്കണം. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും? ഹസൻ്റെ ചോദിച്ചിട്ടുണ്ട്, മാഗിയുടെ ചോദിച്ചിട്ടുണ്ട്, പണ്ട് യങ് സീകളുടെ ചോദിച്ചിട്ടുണ്ട്, മിസ്റ്റർ ഗുപ്തയുടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുടെയും ചോദിക്കാം. മിസ്റ്റർ ഗുപ്തയുടെ ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ ആരുടെ വേണമെങ്കിലും ചോദിക്കാം മക്കളെ. നിങ്ങളതുകൊണ്ട് ഇന്ന ആളുടെ മാത്രം എന്നൊന്നുമില്ല. ബട്ട് മാഗിയുടെയും ഹസൻ്റെയും നന്നായി പഠിക്കുക. സെറാങ് എന്ന് കണ്ടാൽ ഓർക്ക് അത് ആരാണ്? ഹസൻ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ.
ഇനി നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ്, ഇവിടെ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഇനി പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് നോക്കണത്. ഷെയർ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the details of Stephen Hawking's life and achievements are given below. Read carefully and prepare a profile of the great scientist. ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ട്. ബോൺ 8th January 1942, സ്കൂൾ എഡ്യൂക്കേഷൻ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ വെസ്റ്റ് ഫോർഡ്ഷയർ, കോളേജ് എഡ്യൂക്കേഷൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. Career, theoretical physicist, book A Brief History of Time. Awards and honors, Presidential Medal of Freedom, BBVA Foundation Frontiers of Knowledge Award, Pride of Britain Award, died March 14, 2018. സോ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം തന്നെ പ്രൊഫൈൽ എന്ന ഹെഡിങ് കൊടുത്തു. അതിനുശേഷം സ്റ്റീഫൻ ഹോക്കിംഗ് ദ സൂപ്പർനോവ ഫിസിക്സ് എന്ന് കൊടുക്കുക. അദ്ദേഹം ജനിച്ച വർഷം 1942, മരിച്ച വർഷം 2018, അങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കണം. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റീഫൻ ഹോക്കിംഗ് ഓൾസോ നോൺ ആസ് സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, സൂപ്പർനോവ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ് വാസ് ബോൺ ഓൺ ഡേറ്റ്, അതായത് ഡേറ്റിൻ്റെ ഫ്രണ്ടിൽ എന്താ ആഡ് ചെയ്യണമെന്ന് പഠിപ്പിച്ചേക്കുന്നത്? ഓൺ ആഡ് ചെയ്യണം, അതാണ് ഓൺ. 8th January 1942. അതേപോലെ മന്തിൻ്റെയും ഇയറിൻ്റെ ഫ്രണ്ടിൽ ഇന്ന്. എന്തിൻ്റെ ഫ്രണ്ടിലാണ് ഇൻ വരുന്നത്? മന്ത് ആൻഡ് ഇയർ. ഡേറ്റ് ആൻഡ് ഡേ ആണെങ്കിൽ ഓൺ. ഓക്കെ, മറക്കരുത്. ഇനി അദ്ദേഹം ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ, ഹി അറ്റൻഡഡ് ദ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. എവിടെയാണത്? വെസ്റ്റ് ഫോർഡ്ഷയർ. അപ്പോൾ ഒരു പോപ്പുലർ സ്ഥലമാണ് വെസ്റ്റ് ഫോർഡ്ഷയർ, അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇൻ എന്നുള്ള വാക്ക് ആഡ് ചെയ്തത്. ഒരു വലിയ പോപ്പുലർ അല്ലാത്ത സാധാരണ ഒരു വില്ലേജ് പോലത്തെ സ്ഥലമാണെങ്കിൽ അവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? അറ്റ്. ഇവിടെ വെസ്റ്റ് ഫോർഡ്ഷയർ കോമൺ പോപ്പുലർ സ്ഥലമാണ്. സാധാരണ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ അറ്റാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഓർക്കാം. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്, അതാണ് ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. പി ജി എടുത്തത് കേംബ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ്? ടുക്ക് ഹിസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കണ്ടോ, എല്ലാം പാസ്റ്റ് ടെൻസ് ആക്കിയത് കണ്ടോ? ഫസ്റ്റത്തെ ഇവിടെ നമ്മൾ അറ്റൻഡഡ് പാസ്റ്റ് ടെൻസിൽ വന്നു. പിന്നെന്താണ്? ഗ്രാജുവേറ്റഡ് ഫ്രം പാസ്റ്റ് ടെൻസ് ആണ്. ടുക്ക് ഹിസ് മാസ്റ്റേഴ്സ് പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഹി ചോസ് എ കരിയർ ഇൻ തിയററ്റിക്കൽ ഫിസിക്സ്, എവിടെയും പാസ്റ്റ് ടെൻസ് ആണ്. ചോസ്, ചൂസിൻ്റെ പാസ്റ്റ് ആണ് ചോസ്. ഹി ചോസ് എ കരിയർ ഇൻ തിയററ്റിക്കൽ ഫിസിക്സ് ടു ബിക്കം എ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് എഴുതിയേക്കുന്നത് കണ്ടോ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇസ് എ ബുക്ക് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. ബുക്കിൻ്റെ പേര് എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. അതെങ്ങനെയും എഴുതുക? ഹിസ് മേജർ വർക്ക് ഈസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വിച്ച് ബ്രോട്ട് ഹിം വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ. ഇനി ആ ബുക്ക് എന്തിനാണ് എഴുതിയെന്നും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട്, ഇറ്റ് വാസ് എ ബുക്ക് റിട്ടൺ ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞേക്കണേന്ന് നോക്കിയേ. ഹി ഹാഡ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. ഒരുപാട് അവാർഡ്സ്. ഹി ഹാഡ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. അല്ലെങ്കിൽ ഹി റിസീവ്ഡ് മതി, ഹി ഹാഡ് വേണമെന്നില്ല. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ. The Presidential Medal of Freedom in 2009, BBVA Foundation Frontiers of Knowledge Award in 2015, Pride of Britain Award in 2016 are some worth mentioning. അദ്ദേഹം മരിച്ച കാര്യം കൂടി നമ്മൾ എഴുതണം. അതെങ്ങനെ എഴുതും? ഹി പാസ്ഡ് അവേ ഓൺ 14th March, അല്ലെങ്കിൽ ഹി പാസ്ഡ് അവേ ഇൻ March 14, 2018 എന്നും കൂടെ എഴുതി. ഇങ്ങനെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഗ്രാമർ നോക്കി തെറ്റിക്കാതെ എഴുതേണ്ടത് കേട്ടോ, മറന്നു പോവല്ലേ. ഗ്രാമർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 6 മാർക്സ് 5 മാർക്സ് നമുക്കത് കിട്ടും. 5 or 6 മാർക്സ്, ചിലപ്പോൾ 8 മാർക്സിന് വരെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ടിൻ്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. റൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.